എൻ്റെ പേര് ഡോക്ടർ രോഹിത് എന്നാണ്. ഞാൻ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് ഹാൻഡ് മൈക്രോ സർജറിയിലെ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വിരലറ്റം അല്ലെങ്കിൽ വിരലുകൾക്കുണ്ടാകുന്ന ഇഞ്ചുറീസിനെ പറ്റിയാണ്. വിരലറ്റം അല്ലെങ്കിൽ വിരലുകൾക്കുണ്ടാകുന്ന ഇഞ്ചുറീസ് പല വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അത് വിരലിൻ്റെ അറ്റത്ത് മാംസം മാത്രം ബാധിക്കപ്പെടുന്ന ഇഞ്ചുറീസ് ഉണ്ട്, അല്ലെങ്കിൽ നഖങ്ങളിലൂടെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഉണ്ട്, അല്ലെങ്കിൽ വിരലുകളുടെ മറ്റേതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന ഇഞ്ചുറീസ് ഉണ്ട്. ഓരോ ലെവലിലുള്ള ഇഞ്ചുറീസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുള്ളതാണ്. ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഡാമേജ്ഡ് ആണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു തരം ഇഞ്ചുറീസിനെ പറ്റിയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതാണ് ബൈക്ക് ചെയിൻ ഇഞ്ചുറീസ്. നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പലരും ബൈക്ക് റണ്ണിങ്ങിൽ വെച്ചുകൊണ്ട് ചെയിൻ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വരുന്ന പഴയ ബൈക്കുകൾക്കും ബൈക്ക് ചെയിൻ കവേഴ്സ് ഇല്ല. അപ്പോൾ ഈ ചെയിനുകളിൽ പൊടി വന്ന് വൃത്തികേടാവുകയും ഇവർ ക്ലീൻ ചെയ്യാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് വീല് ടേൺ ചെയ്തുകൊണ്ട്, അതായത് സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് വീൽ ടേൺ ചെയ്തുകൊണ്ട് ഈ ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ തുണി ഈ ചെയിനിൽ കയറി സ്റ്റക്കാവുകയും ഉടനെ വിരൽ ഈ ചെയിനിൻ്റെയും സ്പ്രോക്കറ്റിൻ്റെ ഇടയിൽ പോയി ക്രഷ് ആവുകയാണ് സംഭവിക്കുന്നത്. ഇത്തരം ഇഞ്ചുറീസ് വിരലിൻ്റെ അറ്റത്ത് മാംസം മാത്രം നശിപ്പിക്കുന്ന രീതിയിൽ സംഭവിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് വിരൽ മുഴുവനായിട്ട് അറ്റുപോകുന്ന രീതിയിലും സംഭവിക്കാം. ഇത്തരം ഇഞ്ചുറീസിൻ്റെ ട്രീറ്റ്മെൻറ്റും എത്ര ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വരുന്നത്. ഇത്തരം ഇഞ്ചുറീസിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ഈ പറയുന്ന ഫിംഗർ ഡാമേജ്ഡായി പോകും. ഈ ചെയിനിൻ്റെയും ഈ സ്പ്രോക്കറ്റിൻ്റെയും ഇടയിൽ വിരൽ പോകുമ്പോൾ വളരെ മോശമായിട്ട് അത് ക്രഷ്ഡായി പോവുകയും പലപ്പോഴും നമുക്ക് മൈക്രോ സർജറി വഴി ഈ വിരലുകൾ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കാതെയാണ് വരുന്നത്. ഇത് വളരെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരുതരം ഇഞ്ചുറീസാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ യങ്സ്റ്റേഴ്സ് ഗ്രൂപ്പിലും ബൈക്കേഴ്സ് ഗ്രൂപ്പിലും ഇക്കാര്യം എല്ലാവരെയും അറിയിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട്. അതായത് ബൈക്ക് ഒരിക്കലും റണ്ണിങ്ങിൽ വെച്ചുകൊണ്ട് ചെയിൻ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിരൽ ആ ചെയിനിൽ സ്റ്റക്കായിട്ട് ഡാമേജ് ആവാനായിട്ട് ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത്തരം ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അത് സ്റ്റിച്ചസ് ഇടാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും. ഇല്ല, ചില സമയത്ത് വിരൽ അറ്റുപോയിരിക്കുകയാണെങ്കിൽ കൂടി ആ വിരലിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പലപ്പോഴും മൈക്രോ സർജറി വഴി നമുക്കത് കൂട്ടി യോജിപ്പിക്കാനായിട്ടും സാധിക്കും. ഇത്തരം ഇഞ്ചുറീസ് ഉണ്ടായ ഒരാൾക്ക് നമ്മൾ മുറിവെല്ലാം ഉണങ്ങിയതിന് ശേഷവും പല തരത്തിലുള്ള ജോബ് ഇൻ്റർവ്യൂസിലും ഫിസിക്കൽ ഫിറ്റ്നസ്സിലും ഇവർ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോകും. അപ്പോൾ ഡിഫൻസ്, പോലീസ് അങ്ങനെയുള്ള പല സെക്ടേഴ്സിലും ഇങ്ങനെയുള്ള കൈക്ക് ഒരു ഇഞ്ചുറി പറ്റിയ ഒരാൾക്ക് ആ ജോലി പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഇഞ്ചുറീസാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഇഞ്ചുറീസ് മാക്സിമം വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് ശ്രമിക്കുക. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മൈക്രോ സർജറി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്രയും വേഗം പേഷ്യൻറ്റിനെ ആ മുറിഞ്ഞ ഭാഗവുമായിട്ട് എത്തിച്ചേർക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കൂട്ടി യോജിപ്പിക്കാനുള്ള പോസിബിലിറ്റീസ്